ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഗുരുവായൂർ സന്നിധാനത്തിലെത്തി ദേവസ്വം കൊമ്പൻ ശങ്കരനാരായണൻ. 16 വർഷമായി ദേവസ്വം മാനത്താവളത്തിലായിരുന്നു ശങ്കരനാരായണൻ. തൃശൂർ പൂരം എഴുന്നള്ളിപ്പിന് പോയ കൊമ്പൻ വിരണ്ടോടിയതോടെ പിന്നീട് കെട്ടുതറിവാസത്തിന് വിടുകയായിരുന്നു. കൊല്ലം കോട്ടുക്കൽ പള്ളിമുക്കിൽ 1 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായത് കടയ്ക്കൽ സ്വദേശി അതിശയൻ എന്ന് വിളിക്കുന്ന ജിജു. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിന് സമീപം എറിയാട് നിന്നും ഉടുമ്പിനെ പിടികൂടി. ഉടുമ്പിനെ കണ്ടെത്തിയത് എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം. ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് സംഘം മുഹമ്മദ് എത്തിയാണ് ഉടുമ്പിനെ പിടികൂടിയത്. പിന്നീട് വനംവകുപ്പ് അധികൃതർ എത്തി ഉടുമ്പിനെ കാട്ടിലയച്ചു. കൊല്ലം നിലമേൽ പള്ളിക്കൽ റോഡിൽ വാഹനാപകടം. ടാർ നിർത്തുന്ന വാഹനം KSRTCയിൽ ഇടിച്ചു കയറിയാണ് അപകടം. പരിക്കേറ്റവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മോഴയാൻ അർജുൻ ചെരിഞ്ഞത് ചികിത്സയിലിരിക്കെ പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് ചെരിഞ്ഞത്. പാല ലാലം പഴയ പള്ളിയിൽ 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി മരിയൻ കൺവെൻഷനും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജന്മത്തിരുനാൾ ആഘോഷവും നടക്കും. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് തിരുകർമ്മങ്ങൾ. 100 വർഷം പഴക്കമുള്ള കുടുംബങ്ങൾക്കുള്ളിൽ ചേർന്നുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മയായ പിരപ്പനങ്കോട് ഫാമിലി വയനാട്ടിലെ ദുരിതബാധിതർക്കായി സ്വരൂപിച്ച 50,000 രൂപ അരുവിക്കര MLA AG സ്റ്റീഫൻ ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് തുക കൈമാറിയത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യുവജനോത്സവം മഞ്ചീരം 2024 പ്രശസ്ത സിനിമാ നാടക സംവിധായകൻ ശ്രീ ഷൈജു അന്തിക്കാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. PJMS GHSSൽ സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് വയനാടൻ തട്ട് ഫുഡ് കോർട്ട് ആരംഭിച്ചു. ഭക്ഷണ സാധനങ്ങൾ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും NSS വയനാടിനായി നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിക്കായി വിനിയോഗിക്കും. തൃശൂർ പുതുക്കാട് സർക്കാർ വിദ്യാലയത്തിന് പൂരാനുഭൂതിയേകി പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറിയ 11-അംഗ മേളസംഘം. മേളക്കലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് പഞ്ചാരിമേളം കയ്യും കോലും ഉപയോഗിച്ച് കൊട്ടി അരങ്ങേറിയത്. മലപ്പുറം എരമംഗലത്തെ യുവാവിന്റെ കാല് തല്ലിയൊടിച്ച പ്രതി പോലീസ് പിടിയിലായത് പുഴക്കര സ്വദേശി സമീർ. തിങ്കളാഴ്ച രാത്രിയിലാണ് അയൽവാസിയായ ഷമീറിന്റെ കാല് പ്രതി തല്ലിയൊടിച്ചത്. മലപ്പുറം പാലപ്പെട്ടിയിൽ എയർപോർട്ടിൽ പോയി വരികയായിരുന്ന കാർ കത്തിനശിച്ചു. യാത്രക്കാരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. തിരൂരങ്ങാടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കത്തിയത്.